ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇന്നൊരു റാൻഡമായിട്ട് വീഡിയോ എടുക്കുന്നത്. എന്തെന്ന് പറഞ്ഞെങ്കിൽ മധൂർ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് അനിയൻ പറഞ്ഞ് നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാം, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. വൈകിട്ട് ആദ്യമൊരു അമ്പലത്തിലേക്ക് പോകാണ്ട് നോക്കാം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. അമ്മ ഇന്ന് അമ്പലത്തിലേക്ക് വരുന്നില്ല. ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നില്ല, ഓരെല്ലാരും പോകുന്നുണ്ട്. വയ്യ അമ്പലത്തിലേക്ക് പോവാനുണ്ട്, കട്ടിലേക്ക്. ഞാൻ ഓരോട് ചെല്ലി കുറച്ച് ബീഡിയെല്ലാം ബാക്കിയായിന്, കെട്ടടിക്കാനെല്ലാം ഉണ്ട്. കെട്ടടിച്ചിട്ടെല്ലാം ആകുമ്പോൾ കുറേ ലേറ്റാവും. കുറച്ച് പണിയുണ്ട്, ഇവിടെ ബെഡ്ഷീറ്റ് നനക്കാനുണ്ട്, അടിക്കാനുണ്ട്, കുറേ പണിയുണ്ട്. അപ്പോൾ അതെല്ലാം ആകുമ്പോഴേക്ക് ചോറാവണം, കറിയാവണം, ബേക്കണം, ഡ്രസ്സാക്കണം, പോകണം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. ഓക്കേ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ പോന്നേണ്ട് അമ്പലത്തിലേക്ക്. ഞങ്ങൾ മധുര അമ്പലത്തിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. ഇതൊന്നാടെ ഭയങ്കര റീൽസ് നോക്കുന്നു. കാറിനില്ല, ബസ്സിനില്ല, നാടുന്നില്ല, ഇടയില്ല. കുറച്ച് അമ്പലത്തിലേക്ക് റീച്ച് ആയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തിരക്കുണ്ട്. നോക്കാം. ഞങ്ങൾ ഇത്ര ആളിന്ന് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ മധുരത്തെ മധുവാഹിനി എന്താന്നറിയാലോ ഗൈസ്, വലിയ ശല്യ. വാവ്, ഞങ്ങൾ അതിൽ കാല് മുക്കാൻ പോവാണ് ഗൈസ്. ഒത്തനാട് സ്റ്റൈലാണ്. മീനുണ്ട് മാറേ, മീന് എന്താ നേരെ നോക്ക കണ്ണ്. മീനുണ്ട്. നേരെ ഞമ്മക്കറിയാലോ എന്തെന്ന്. നിങ്ങൾ വെള്ളാട്ടണ്ട ഒരു കിണച്ച. ഏയ് അവിടെ ഒരു മീനുണ്ട്, അതെന്റെ കാലിന്റെ അടിക്ക് വരുന്ന നോക്കട്ടെ. ഇടുണ്ടായി, നിങ്ങൊന്ന് മറല് കെട്ടിട്ട് പോയി. ഓ നല്ല, എന്റെ വീട് അടുത്താണെങ്കിൽ നീ എത്തി നീന്തി അമ്പലത്തെ ഫ്രണ്ട് സൈഡ് അതെല്ലാം എടുത്തി. അമ്പലത്തിലെല്ലാം തോതിട്ട് ഞങ്ങൾ തന്നിന്. അതിലെ തോതാനുണ്ട്. വെയിലിനും തോന്നിട്ട് നല്ല കാണണ്ട. നിങ്ങൾ ഓളിയതാ അതെടുത്ത്. ഇവര് അമ്പലത്തിലേക്ക് വരുന്ന ദൈവത്തിനെ നോക്കാനല്ല, പ്രത്യേകിച്ച് ഇവരെ ആരെങ്കിലും അമ്പലത്തിൽ കണ്ടെങ്കിൽ പറയണം. ദൈവം ആരോട് പറയുന്നില്ല, നോക്കണം. വേണ്ട, അതെ നല്ല ഒരു
അമ്പലത്തിലേക്ക് വന്നിട്ട് ഒരു പീസ്ഫുൾ. ഇവനെപ്പോഴും എന്നെ കളിയാക്കുന്നത്. ഞാൻ എനിക്ക് അറിയുന്ന പോലെ അല്ലേ ഞാൻ ആക്കുന്നത്. യെസ് യെസ് നോക്കൂ. ആ നല്ല മനസ്സും പിന്നെ എല്ലാ ചാനലാക്കിട്ട് കോണ്ടാക്ട് ആക്കണം. അന്നൊക്കെ എങ്ങനത്തെ പെണ്ണു വേണ്ട 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 നോ വേണ്ട. അത് കേട്ട് എല്ലാരും പറയും നോ. അത് പാതി പറഞ്ഞിട്ടായി പുള്ളി പറ. ഇല്ല 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 അതെല്ലാം സീക്രട്ട്. ഇതൊക്കെ നിന്റെ കൺസെപ്റ്റിലുള്ളൊരു പെണ്ണിനെ നീ പറ. ഇപ്പൊ നമ്മളെ വീട്ടിൽ പെണ്ണാവാത്ത ഞാനും ഓനും മാത്രം. അതുകൊണ്ട് അവന് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയില്ല അങ്ങനെയില്ല. ഇപ്പൊ രണ്ടാൾക്കാണ് പെണ്ണ് സെറ്റ് ആവത്തുള്ളത്, ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിന്. അപ്പൊ നീ ചെല്ലേ നിന്റെ കൺസെപ്റ്റ് എങ്ങനെ? അപ്പോ ഞാൻ എന്റെ ഇത് പറഞ്ഞ പിന്നെ പീടിയിലിട്ട് കളിക്കും. കളിയാക്കട്ടെ, എന്ത് വേറെന്ത് പെണ്ണിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ല പറയുന്നത്. അതെ അതൊരു നല്ല ഏത് പാതാളത്തിൽ ആ പാതാളത്തിന് പൊക്കിയെടുക്കണം. ഇപ്പൊ ഇങ്ങനെ നിന്റെ കൺസെപ്റ്റ് എനിക്കറിയുന്നില്ല. നിനക്കൊരു പെണ്ണിനെ കുറിച്ച് എന്ത് നിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ഇങ്ങനെ പോകണം എന്റെ പെണ്ണ്. നല്ല സ്വഭാവവും നല്ല വീട്ടുകാർ നല്ല സന്തോഷമായിട്ട് നോക്കുന്ന ഒരാളും എന്നെയും സന്തോഷിപ്പിച്ചിട്ട് നോക്കുന്ന ആളും. നിന്നെ ആടണ്ടല്ലോ ലോട്ടറി അടിച്ചിട്ട് വെയിലെന്ന് പറഞ്ഞെങ്കിൽ പുറ പൊട്ടിയ വെയില് ഗൈസ് ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. യൂട്യൂബിൽ ലോട്ടറി എടുക്കുന്നു. എത്ര കൊല്ലായി ലോട്ടറി ഞാൻ വെക്കുന്ന 8 കൊല്ലായി. പിന്നെ പലപ്പോഴും ലോട്ടറി അടിക്കും ഞാൻ. വലിയ പൈസ ഇല്ലെങ്കിൽ ചെറിയൊരു പൈസ 5000 എല്ലാം വരുന്നുണ്ട്. വലിയ പൈസ വരാനുള്ള ഉണ്ട്. അപ്പൊ എല്ലാം മാസം വന്നാൽ ഞാൻ ലോട്ടറി എടുക്കാണ്. അപ്പൊ അത് തന്നെ ഇത്തവണയും ഒരു ലോട്ടറി എടുക്കാണ്. എപ്പോഴാണ് പ്രൈസ് തരുമെന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തും പൈസ ചെയ്യാം. ഒരു ലോട്ടറി എടുത്തിട്ട് തിരിച്ചിട്ട് വീട്ടിലൊക്കെ പോകുന്നതാണ്. നമ്മളെ കാർ കൊടുത്താണല്ലോ പോന്ന. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ഇപ്പൊ റീച്ച് ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വൈറ്റമ്പൾക്ക് അതിൽ അമ്പലത്തിലേക്ക് പോവാണ്ട് ഇപ്പോൾ. അങ്ങനെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിന്. ഇനി തോർത്താനും ബാക്കിയുണ്ട്. ചോറ് കറി എല്ലാം അതിന് ഇനി ഫുഡാക്കിയിട്ട് പിന്നെ അതിൽ റെഡി ആയിട്ട് അതിൽ പോകണം. അതുകൊണ്ട് തിരക്ക്. ഇന്ന് സൺഡേ ആയിട്ട് റെസ്റ്റ് ഇല്ല. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിലുണ്ട്. അങ്ങനെ ഞാൻ തോർത്താൻ വന്നിട്ടുണ്ട്. ഇത് പണി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്താ പണി ഉണ്ടോ നോക്കാം. ചെറിയ ചെറിയ പണി ഉണ്ടോ, ആ പണിയെല്ലാം എടുത്തിട്ട് വേഗം പോകണം. നോക്കാം. ഓക്കെ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നേച്ചർ എല്ലാം മഴ പെയ്യുന്നുണ്ട്. ചെറുങ്ങനെ ബൈറ്റ് പോകുമ്പോഴേക്കും അതിൽ മഴ ഉണ്ടാവാതിരുന്നാൽ മതി. നോക്കാം, തോർത്താനുണ്ട്. ഓക്കെ, തോർത്തിട്ട് നോക്കാം. Mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me.